സ്വീകരിക്കാം പിണറായി. പക്ഷേ കൊണ്ടുവെക്കുന്ന ബോംബും പിണറായിയുടെ ആൾക്കാരുടേതാണ് എന്ന് തിരിച്ചറിയാൻ കേരള ജനതയ്ക്ക് കഴിഞ്ഞുപോയി മിസ്റ്റർ പിണറായി. 2 ദിവസം കഴിഞ്ഞപ്പോ ഖബർസ്ഥാനിൽ നിന്ന് ബോംബ് കിട്ടുന്നു. ഒരന്വേഷണം, ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ? കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, മാധ്യമങ്ങൾക്ക് അതിൻ്റെതായ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവണം. എല്ലാവരും കൂടി എന്തെങ്കിലും ഒന്ന് പടച്ചുവിടുമ്പോൾ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടന്നപ്പോൾ കൈവെട്ട് കേസിന്റെ ഗൂഢാലോചനാ യോഗം തമിഴ്നാട് അതിർത്തിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു ചാനലുകാരൻ വാർത്ത കൊടുത്തു. ഞങ്ങൾ മറ്റൊരു ചാനലുകാരനെ വിളിച്ചു ചോദിച്ചു, 2 ചാനൽ ഒരേപോലെ വാർത്ത പ്ലേ ചെയ്തപ്പോ അത് ഇന്ത്യ വിഷൻ തന്നതാണ് എന്ന് മറ്റേ ചാനലുകാരൻ. എന്നാൽ വസ്തുത സുഹൃത്തെ ഇതാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ അഡ്രസ് ഇല്ല. സാമാന്യമായ ഒരു മര്യാദ വേണ്ട. ഒന്ന് അന്വേഷിക്കണ്ടേ എന്താ നടക്കുന്നത്? ഞാൻ എല്ലാവരെയും ഒരുപോലെയല്ല പറയുന്നത്. മാന്യത കാണിക്കുന്നവരുണ്ട്, മാന്യത കാണിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഈ മാന്യത കാണിക്കുന്ന ആളുകൾക്ക് പോലും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നിൽക്കക്കള്ളിയില്ലാത്ത വിധം മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ വക്താവായിരുന്ന VN ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു, ഇന്ത്യ രാജ്യത്തെ മാധ്യമ പ്രവർത്തകരില് RSSൽ നിന്ന് മാസപ്പടി പറ്റിക്കൊണ്ടിരിക്കുന്ന 100 കണക്കിന് പത്രപ്രവർത്തകന്മാരുണ്ട് എന്ന് അന്ന് ഗാഡ്ഗിൽ പറഞ്ഞപ്പോൾ കേരളത്തിലെയോ ഇന്ത്യ രാജ്യത്തെയോ മാധ്യമ പ്രവർത്തകരൊന്നും അതിനെതിരെ പ്രതിഷേധ പ്രകടനവുമായി റോട്ടിലിറങ്ങിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. RSSന്റെ താല്പര്യാനുസരണം വാർത്തകൾ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു, ജനുവരി 26 ആകുമ്പോൾ, ഓഗസ്റ്റ് 15 ആകുമ്പോൾ എന്തെല്ലാം ഭീതിതമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ സ്ഫോടനങ്ങൾ നടക്കാൻ പോകുന്നു. ആ സ്ഫോടനങ്ങളുടെ പിന്നിൽ സംശയത്തിന്റെ നിഴലാർക്കാ വെച്ചു കൊടുക്കുക? അംഗീകൃത തീവ്രവാദ സംഘടന ഏതാണോ ഉള്ളത് അവർക്ക് മുകളിൽ ചാർത്തി കൊടുക്കാൻ ശ്രമിച്ചു. ഓരോ സംഭവങ്ങളും നമ്മുടെ നാട്ടിന്റെ അസ്വസ്ഥതയുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് താല്പര്യം